വിജയും ദേവികയും അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. വിജയ് മാധവിന്റെ ഗാനവും ദേവികയുടെ അഭിനയവും നൃത്തവുമെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വിജയോടൊപ്പം ദേവികയും എത്തി ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. അതിലൂടെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇവരുടെ വാർത്തകൾ വൈറലാകാറുമുണ്ട്. പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗമാണ് മാറുന്നത്. ഇപ്പോഴിതാ ദേവികയുടെ രണ്ടാമത്തെ പ്രസവം കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നുവെന്ന് വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് വിജയ് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ദുഃഖം മനസ്സിലാകുന്നു എന്ന് പറയുന്നു. ഇത്തവണ ശരിക്കും നല്ല വേദനയുണ്ടായിരുന്നു, ശരിക്കും പ്രഷർ ഉണ്ടായിരുന്നു. നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്ന് പോലും പറഞ്ഞു തരാൻ പറ്റില്ല. ദേവികയുടെ അവസ്ഥ കണ്ടാണ് എനിക്ക് ശരിക്കും സങ്കടം വന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നുപോയതും. മണിക്കൂറുകൾ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ശരിയായത്. ശരിക്കും പറഞ്ഞാൽ ആത്മജനെയും ഓം പരമാത്മയും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണിതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവർ അറിയിക്കുന്നത്. ദേവികയും വിജയും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവരാണ്. അവർ അതേ കാര്യം തന്നെ പ്രേക്ഷകരുടെ അടുത്തും അറിയിക്കാറുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന വാർത്തയായിട്ടും അത് മാറുകയാണ്. ദേവികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ മറ്റൊന്നുമല്ല, പ്രസവിക്കാൻ നേരം തന്നെ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ആദ്യ പ്രസവം കുറച്ചധികം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രസവവും അങ്ങനെയായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ പ്രായം കൂടുന്തോറും എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുതന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. അതുതന്നെയായിരുന്നു ദേവികയുടെയും അവസ്ഥ എന്ന് പറയണം. നിയന്ത്രണമില്ലാത്ത ഒരു രീതി. പുതിയ ഫ്ലാറ്റിലേക്ക് മാറാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിലേക്ക് കുറച്ച് പാഴ്സലുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ നോക്കണമെന്ന് കരുതി. കുറച്ച് നാളായി കിളിപോയ അവസ്ഥയിലാണ്. അതൊക്കെ ആർക്കാണ് കണ്ടുപിടിച്ചല്ലേ, സമ്മതിച്ചിരിക്കണമെന്ന വിജയുടെ പ്രതികരണവും എത്തി. ഇപ്പോൾ ദേവിക പറയുന്നതും ഇക്കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ആദ്യം മാഷിന് പനി വന്നു, പിന്നെ ആത്മജയ്ക്കായി, അവസാനം എനിക്കും അമ്മയ്ക്കും, അതിനുശേഷം മോൾക്കും വന്നു. എല്ലാവരും കിടപ്പിലായിരുന്നു. ഇപ്പോഴാണ് ഓക്കെ ആയത്. വിജയ് എന്താ കിളി പോയതുപോലെ ഇരിക്കുന്നതെന്ന് ആളുകൾ ചോദിക്കുന്നു. കിളി ശരിക്കും പോയതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആർക്കായാലും പോകില്ലേ? ഒരു വീട്ടിൽ കുഞ്ഞുകുട്ടിയടക്കം എല്ലാവരും ഇത്തരത്തിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിഷമം. അതായിരുന്നു ഞങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആരോടും തുറന്നു പറയാത്തത്. ആ ഒരവസ്ഥ കടന്നു പോകട്ടെ എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. മാസങ്ങളായി ഞങ്ങൾക്ക് ഉറക്കമില്ല. ഒരാൾ ഉണരുമ്പോൾ മറ്റേയാൾ എഴുന്നേൽപ്പിക്കും. ആത്മജ എഴുന്നേറ്റാൽ മോളെ പോയി തട്ടി എഴുന്നേൽപ്പിക്കും. പിന്നെ രണ്ടുപേരും കൂടി ബഹളമായിരിക്കും. എൻ്റെ ജീവിതം ഇപ്പോൾ എൻ്റെ കൺട്രോളിലൊന്നുമല്ല. എല്ലാം കയ്യിൽ നിന്നും പോയതുപോലെയാണെന്ന് വിജയ് പറയുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം. എല്ലാം കയ്യിൽ നിന്ന് പോയതുപോലെ തോന്നുന്നു എന്ന് പറയുന്നതും അത് തന്നെയാണ്. എനിക്കിപ്പോൾ എന്നെ കൺട്രോൾ കിട്ടുന്നില്ല. ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. എല്ലാം കൈവിട്ടു പോയോ എന്ന് തോന്നാറുണ്ട്. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമെന്ന് വിചാരിക്കും. അതെല്ലാം മക്കൾ ചെറുതല്ലേ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് കരുതും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? ഇങ്ങനെ ഓരോ ചിന്തകളാണെന്നാണ് ഇരുവരും പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.